ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് 100% ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു സംഭവം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് ചെറുതായിട്ടൊരു മാറ്റമെങ്കിലും നിങ്ങൾ വരുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒന്നുകൂടെ കളറായിട്ട് പോകാൻ പറ്റും. ഓക്കെ, അത് വേറെ ഒന്നല്ല, നമ്മുടെ പാർട്ട്ണർ, അതായത് ഞാനിപ്പോൾ ഒരു കാര്യം ആഗ്രഹിക്കുകയാണ് എൻ്റെ പാർട്ട്ണറിന്. അത് ചിലപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാനായിരിക്കാം, എന്തെങ്കിലും ഒരു സാധനം വാങ്ങി തരാനായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കെയറിങ് ആയിരിക്കാം. ഓക്കെ, എന്ത് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവര് നമുക്കത് ചെയ്തു തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കൂലേ? പക്ഷെ ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ അവരത് എങ്ങനെയാ അറിയാം? നമ്മൾ തുറന്ന് പറയുന്നതിലൂടെ മാത്രമാണ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കണം. അതിലാണ്ട് മനസ്സിൽ വെച്ചിട്ട് എനിക്ക് അത് ചെയ്തു തന്നില്ല, എനിക്കിത് ചെയ്തു തന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ പറയുന്നതിൽ എന്താ ഒരു അർത്ഥമുള്ളത്? നമ്മൾ തുറന്ന് പറഞ്ഞാലല്ലേ അവർക്കത് മനസ്സിലാവുള്ളൂ. അവൾക്ക് ഇന്നതാണ് വേണ്ടത്, അല്ലെങ്കിൽ അവന് ഇന്നതാണ് വേണ്ടതെന്നുള്ളത് ആ പാർട്ട്ണർ കൃത്യമായിട്ടത് തുറന്ന് പ്രകടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേറൊന്നല്ല, എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം എന്താ പറയുക, നമ്മൾ കുറെ റീൽസിലും ഇതൊക്കെ കാണില്ലേ, ഭർത്താവ് വന്ന് അങ്ങനെ കെയർ ചെയ്യുന്നു, ഭാര്യനെ ഇങ്ങനെ കെയർ ചെയ്യുന്നു. ഞാൻ ഓട്ടോമാറ്റിക്കലി വിചാരിച്ച അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഒരു ദിവസം ആളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ കൊച്ചിനെ മാത്രം നോക്കുന്നത്, എന്നെന്താ നോക്കാത്തത്? അങ്ങനെയുള്ള രീതിയിൽ ഞാൻ ചോദിച്ചപ്പോഴാണ് ആള് പറയുന്നത്, ഇതൊക്കെ നിനക്ക് തുറന്ന് പറഞ്ഞൂടെ, എനിക്ക് മനസ്സിലാവില്ല, നിന്റെ മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നീ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമ്പോഴാണ് എനിക്ക് ഇത് ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലേ ആ കാര്യം മനസ്സിലാവുന്നുള്ളൂ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമല്ല, മുൻപ് ഞാൻ പറയാറുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ പറയാണ്ട് വെക്കില്ല. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് പറയണം. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് പറയാം. ആ തുറന്ന് പറച്ചിലൂടെ മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സ്നേഹമായിക്കോട്ടെ, കെയറിങ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അത് കിട്ടുള്ളൂ. സോ അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു കാര്യം. അപ്പൊ എല്ലാവരും വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, അല്ലെ, എന്നെ കെയർ ചെയ്യുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ. അത് നമ്മൾ തുറന്ന് പ്രകടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ കൂടെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ ഭാരമായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും കുറഞ്ഞു കിട്ടുള്ളൂ. അതല്ലാതെ ഓരോ പ്രശ്നങ്ങളും മനസ്സിലിട്ട് ഊതി വീർപ്പിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അത് ചെയ്തെന്നില്ല, ഇത് ചെയ്തെന്നില്ല. നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, പറഞ്ഞവരെ മനസ്സിലാക്കാം. സോ അതിലൂടെ നമുക്കത് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ ബൈ.